പൊന്നോണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പാലേരിയിലെ ഈ വർഷത്തെ പരമ്പരാഗത അമ്പെയ്ത്ത് മത്സരത്തിന് ഇന്ന് ആവേശകരമായ തുടക്കമായി. വർഷം തോറും നടത്തി വരുന്ന അമ്പെയ്ത്ത് മത്സരം ഇപ്പം 4ാമത്തെ വർഷമായിട്ട് നമ്മൾ പാലേരിയിൽ നിന്ന് മാറി ഇങ്ങോട്ട് കുണ്ടളാർമ്പ് തുടങ്ങിയത്. കൊളവള്ളയിൽ ആലിയാജിയുടെ പേരിലുള്ള ട്രോഫിയും അതേപോലെ കാട്ടുകുളർ ചാത്തു ഏട്ടൻ്റെ പേരിലുള്ളയും 2 ട്രോഫികൾക്കാണ് ഇവിടുന്ന് മത്സരം ഏറ്റുമുട്ടുന്നത്. ഈ വർഷത്തെ മത്സരം നമ്മൾ അത്ത ദിവസമായി ഇന്ന് നമ്മളെ വാർഡിന്റെ മെമ്പറും കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെ അമ്പെയ്ത്ത് കമ്മിറ്റിയുടെ സജീവത്വനായിരുന്ന മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നിന്നും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, പിന്നെ ചില കൊയിലാണ്ടി താലൂക്കിൻ ചില ഭാഗങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളതാണ്. ഈ ഏരിയയിൽ കൃത്യമായി നടക്കുന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിന് കാരണം ഈ കായിക വിനോദവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി പ്രവർത്തിച്ച ആളുകളുണ്ട്, താല്പര്യമുള്ള ആളുകളുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പുതിയ തലമുറ മൊബൈൽ ഫോൺ കൊണ്ടും ഓരോ കമ്പ്യൂട്ടറിനും കളിക്കുന്ന നമ്മുടെ പുതിയ തലമുറ കൂടി ഇതിൻ്റെ ഭാഗമാകുമെന്ന് അറിയുന്നത് അതിയായ സന്തോഷമുണ്ടെന്നുള്ളതാണ്. ഇവിടെ എത്തിയിട്ടുള്ള അമ്മദ്, അതുപോലെ രാജു, ഗോപാലൻ, വി ശാരണൻ, അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് ആളുകളൊക്കെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഏതായാലും ഈ കായിക രൂപം തനിമയോടെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടെയുള്ള ഇതിന് പുറകെ പ്രവർത്തിക്കുന്ന ആളെ അഭിനന്ദിച്ചേ മതിയാവും എന്നുള്ളതാണ്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസ നേരുന്നു. അതുപോലെ ഈ പരിപാടി, ഈ നമ്മുടെ ഈ അമ്പെയ്ത്ത് മത്സരം തിരുവോണത്തോടെ അവസാനിക്കുന്നതാണ്. ഒരു വലിയ പരിപാടി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായും അറിയിക്കുകയാണ്. ഇത് ബില്ല് ഉണ്ടാക്കുന്ന മുളവുണ്ട്, നല്ല മൂത്ത മുളയായിരിക്കണം. ചെറുത്ത് ശരിയാക്കണം. അമ്പ് കീർക്കണി ഓലക്കണി കൊണ്ട് ഉണ്ടാക്കണം. നമ്മുടെ അമ്പെയ്ത്ത് മത്സരം എന്ന് പറയുന്നത് 2 ഭാഗമായിട്ടാണ് ഉണ്ടാവുക. രണ്ടാളെ നേതൃത്വത്തിൽ 2 ഭാഗമായിട്ട് നിൽക്കും. ഈ ചെപ്പ് ഇടതും വലതും എന്ന് ആണ് അതിൻ്റെ പറയുക. ഇടതും വലതുമായിട്ടാണ് മത്സരം. ഇപ്പോൾ ഇടതു ഭാഗത്തുള്ള ആൾ ചെപ്പ് വെക്കുമ്പോൾ എയ്യേണ്ടത് വലതു ഭാഗത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ആ എയ്യുന്ന അമ്പ് ഇടതു ഭാഗത്തിനായിരിക്കും. വലതു ഭാഗത്തെ ആൾക്കാർ എയ്യുന്ന അമ്പ് ആ പ്രാവശ്യം കിട്ടുന്നത് ഇടതു ഭാഗത്തിനായിരിക്കും. അങ്ങനെയുള്ള അമ്പ് കൊണ്ടാണ് മത്സരം. ലാസ്റ്റത്തെ ദിവസം കൂടുതൽ അമ്പ് ആർക്കാണോ കിട്ടുന്നത് അങ്ങനെയാണ് ആ മത്സരത്തിൻ്റെ രീതി. 1st, 2nd ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കാലാകാലങ്ങളായിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലെ കുറുമ്പനാട് താലൂക്കിൻ്റെ ഒരു ആയോധന കലയാണ് അമ്പെയ്ത്ത് മത്സരം. അതേപോലെ തന്നെ കടത്തനാടിൻ്റെ ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ്. അങ്ങനെ പണ്ട് കാലത്ത് ഇങ്ങനെ നടന്നു വന്ന സമ്പ്രദായമാണ്. അതാണിപ്പോൾ നിലനിന്ന് പോരുന്നത്. അത് മാഷിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇനി മാഷ് ചെപ്പ് വെച്ചിട്ടാണ് ചെയ്യുക. 2 ദിവസത്തിന് ശേഷം 2 ദിവസം, നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ നമ്മളിത് 2 ഭാഗമായിട്ട് വിളിച്ചെടുക്കും. ഒരു പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം ഇടത് ആൾക്കാർ ചെപ്പ് വെച്ചിട്ട് വലതു ഭാഗം കൊള്ളിച്ചു കഴിഞ്ഞാൽ അത് പറിക്കുന്നതിന് മുമ്പേ തിരിച്ച് കൊള്ളിക്കുന്നത് ഇടത് ഭാഗക്കാരാണ്. അങ്ങനെയാണ് ഈ മത്സരത്തിൻ്റെ അത് കാണുന്ന സമയത്താണ് അത് മനസ്സിലാവുക. ഇതാണ് ഇതിൻ്റെ രീതി, മത്സര രീതി. പുറത്താകൊണ്ട് നിങ്ങൾ ഏകദേശം എത്ര കൊല്ലായി ഈ ഒരു അമ്പെയ്ത്തില്? ഒരു 40-45 കൊല്ലായി. അപ്പോൾ അല്ല, അതിൻ്റെ ഇടയ്ക്ക് കുറേ വെയ്യാണ്ടായിപ്പോയി. ഞാൻ ചെറുപ്പത്തിൽ ഒരു 12 വയസ്സിലങ്ങനെ തുടങ്ങി. അന്നൊക്കെ ഒരുപാട് ആളുകൾ ഇതിലുണ്ടായിരുന്നോ? അന്ന് നല്ല എഴുത്താറുണ്ടായിരുന്നു.